നീലഗിരി കോത്തഗിരിയിൽ കരടിയും പുലിയും ജനവാസ മേഖലയിൽ മിനിറ്റുകളുടെ മാത്രം ഇടവേളയിൽ കരടിയും പുലിയും കടന്നുപോകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, എന്തായാലും ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ സ്വൈര്യമായി ഇങ്ങനെ വിഹരിക്കുന്ന കാഴ്ച തന്നെയാണ് ഏറെ ഭീതി ഉണർത്തുന്ന കാര്യവുമാണ്. ഇതിൽ എന്താണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്? ഈ ദൃശ്യങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്വാതി, ഏറെ കൗതുകമെന്നും അതേസമയം തന്നെ ഭീതിപ്പെടുന്ന ഒരു ദൃശ്യം എന്ന് പറയേണ്ടി വരും. കാരണം കരടിയും പുലിയും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ദൃശ്യപ്പെടുന്ന ഒരു സാഹചര്യം. അത് കോത്തഗിരിയാണ്, നീലഗിരി ജില്ലയിലെ കോത്തഗിരിയിലാണ് ഈ ഒരു പുലിയുടെ ദൃശ്യവും അതുപോലെ തന്നെ കരടി ദൃശ്യവും പതിഞ്ഞിട്ടുള്ളത്. ഏകദേശം ഇന്നലെ രാത്രി 9:23 കരടി അതിഗഡത്തിൽ നടന്നു പോകുന്ന ഒരു ദൃശ്യം പുറത്തു വന്നത്. ശേഷം ഒരു 40 മിനിറ്റ് ശേഷം ഒരു 10:03 പുലിയും നടന്നു പോകുന്നത്. ഇവിടെ വലിയ രീതിയിൽ വന്യജീവികളുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ജനവാസ മേഖലയ്ക്ക് സമീപമായി റോഡിലൂടെ ഈ കരടിയും പുലിയും ഒരേ സമയം മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രം നടന്നു പോകുന്നത്. തോട്ടമേഖലയും വനമേഖലയും എല്ലാം ചേർന്ന സ്ഥലമാണ്. മലയാളികളടക്കം താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു വന്യജീവികളുടെ സാന്നിധ്യം. അതും രാത്രിയോടുകൂടി ശേഷം 9 മണി 10 മണി സമയത്ത് വലിയ വിധത്തിൽ ആക്രമണ സ്വഭാവം കാണിക്കുന്ന 2 വന്യജീവികൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും ഇത് വലിയൊരു ഭീകരമായ സാഹചര്യം എന്ന് പറയേണ്ടി വരും. കാരണം ജനവാസ മേഖലയാണെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വനവകുപ്പ് ദൃശ്യം കണ്ടതിനാൽ തന്നെ അവിടേക്കെല്ലാം പോയി പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വനമേഖല ആയതിനാൽ തന്നെ വന്യജീവിയുടെ സാന്നിധ്യം സ്ഥിരമായതിനാൽ തന്നെ അതൊരു പുതുമയല്ല. അതേസമയം തന്നെ ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വനവകുപ്പ് നിലവിൽ അവിടെ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. സ്വാതി. ശരി ആഷിഖ്, നീലഗിരി കോത്തഗിരിയിലാണ് കരടിയും പുലിയും ജനവാസ മേഖലയിൽ ചെറിയൊരു ഇടവേളയ്ക്ക് പിന്നാലെ 2 മൃഗങ്ങളും നടന്നു പോകുന്ന ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്.